വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. രണ്ട് ക്ലാസ്സുകളിലായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കണേ. കാരണം വർഷങ്ങളും കോൺഗ്രസ് സമ്മേളനങ്ങളുടെ വർഷങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും അതിന്റെ പ്രസിഡന്റുമാരും അവരുടെ പ്രത്യേകതകളൊക്കെ ഒറ്റ ക്ലാസ് ആയിട്ട് നമ്മൾ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ബുദ്ധിമുട്ടാവും പഠിച്ചു തീർക്കാം. അപ്പൊ രണ്ട് ക്ലാസ്സുകളായിട്ട് നമുക്ക് പഠിക്കാം. ഇതിനു മുമ്പ് നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് കാണാത്ത കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ പ്രത്യേകം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അപ്പൊ കണ്ടിട്ട് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മളോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തിയറി ചോദിക്കാറുണ്ട്. സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി, അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണത്? INC രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന സിദ്ധാന്തത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് സേഫ്റ്റി വാൽവ് തിയറി അഥവാ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് വേറൊരു സംഘടന ഉണ്ടായിരുന്നു അത്രേ. INC രൂപീകരണത്തിന് മുമ്പ് നിലനിന്നിരുന്ന ആ സംഘടനയെ വിളിക്കുന്നത്, 1884 ഫോം ചെയ്ത ആ സംഘടനയെ വിളിക്കുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. അപ്പൊ INC രൂപീകരണത്തിന് മുമ്പ് നിലനിന്നിരുന്ന സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. വന്ന വർഷം എന്നാണ്? 1884 ആണ്. അല്ലെങ്കിൽ ചോദിക്കാം, ആദ്യകാലങ്ങളിൽ INC അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? അങ്ങനെ പറഞ്ഞാലും നമ്മൾ എന്തെന്നെ പറയണം? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് തന്നെ പറയാം. ഇനി INC ആരാണ് രൂപം നൽകിയത്? INCക്ക് രൂപം നൽകിയ വ്യക്തിയുടെ പേര് അലൻ ഒക്ടോവിയൻ ഹ്യൂം അഥവാ AO ഹ്യൂം എന്നാണ്. അപ്പൊ INCയുടെ രൂപം നൽകിയ വ്യക്തി, INC ഫോം ചെയ്ത വ്യക്തി, INCയുടെ നിർമ്മാതാവ്, INCയുടെ പിതാവ്, INCയുടെ ആദ്യ സെക്രട്ടറി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് അലൻ ഒക്ടോവിയൻ ഹ്യൂം അഥവാ AO ഹ്യൂം ആണ്. അപ്പൊ INC രൂപം നൽകിയ വ്യക്തി, INCയുടെ പിതാവ്, INCയുടെ നിർമ്മാതാവ്, INCയുടെ ആദ്യത്തെ സെക്രട്ടറി ഒക്കെ ആരാണ്? അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ് കേട്ടോ. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിൽ രൂപീകൃതമായിട്ടുള്ള സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡഫറിൻ പ്രഭു ആയിരുന്നു. അപ്പൊ INC രൂപീകരണ സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് ചോദ്യമുണ്ട്. അപ്പൊ ചോദ്യം ആരാണ്? ഉത്തരം ആരാണ്? ഡഫറിൻ പ്രഭു ആണ്. അതുപോലെ INC രൂപീകരണ സമയത്തെ സെക്രട്ടറി, ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ് INC രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് INCയുടെ ആദ്യത്തെ സമ്മേളനത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് ആദ്യത്തെ സമ്മേളനത്തിലേക്ക് വരാം. ഈ INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി, INC രൂപീകരിച്ച പോലെ തന്നെ INCയുടെ ഒരു ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഇംഗ്ലണ്ടില് രൂപീകരിച്ചത് 1889 INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി എവിടെ രൂപീകരിച്ചു? ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചു. വർഷം 1889 ആ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം വേർഡർബാൻ ആണ്. വില്യം വേർഡർബാൻ. അപ്പോ ഇന്ത്യയില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതിനു മുമ്പ് പറയാണ്, ഞാനൊരു കാര്യം നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ മുഴുവൻ കാര്യങ്ങളിലേക്ക് കടക്കാനാണ്. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചത് 1889 ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? വില്യം വേർഡർബാൻ ആണ്. ഈ കമ്മിറ്റിക്ക്, ബ്രിട്ടീഷ് കമ്മിറ്റിക്ക് ഒരു ഔദ്യോഗിക മാസികയൊക്കെ ഉണ്ടായിരുന്നു. മാസികയുടെ പേര് ഇന്ത്യ എന്നാണ്. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസികയുടെ പേരെന്താണ്? ഇന്ത്യ എന്നാണ്. ഇനി 1888 ഇംഗ്ലണ്ടില് INCയുടെ ശാഖയും
തുടങ്ങേണ്ടായി ആരംഭിച്ചത് വില്യം ഡിഗ്ബി ആണ്. അപ്പൊ വില്യം ഡിഗ്ബി 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ ആരംഭിച്ച വ്യക്തി. അപ്പൊ 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ ആരംഭിച്ചത് ഡിഗ്ബി ആണ്. 1889 INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചു. ആ ബ്രിട്ടീഷ് കമ്മിറ്റിക്ക് ആദ്യ അധ്യക്ഷനായിട്ട് വന്ന വ്യക്തി വില്യം വേർഡർബാൻ ആണ്. ആ കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസികയുടെ പേര് ഇന്ത്യ എന്നാണ്. അപ്പോ ഈ 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരായിട്ട് ഒരു സംഘടന രൂപീകരിക്കേണ്ടായ ഒരു വ്യക്തി, ആ സംഘടനയുടെ പേര് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്നാണ്. രൂപീകരിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അപ്പോൾ 1885 രൂപീകരിച്ചതിന് ശേഷം ഈ 88ഉം 89ഉം ഇടയിൽ കേട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതിന് മുമ്പുള്ള ഒന്ന് രണ്ട് കാര്യം നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ ഇവിടെ രൂപീകരിച്ചതിന് ശേഷം ഇംഗ്ലണ്ടില് അതിന്റെ ഒരു ശാഖ തുടങ്ങിയെന്ന് ആരംഭിക്കാം. 88 ശാഖ തുടങ്ങിയത് വില്യം ഡിഗ്ബി ആണ് എന്ന് ഓർക്കുക. 1889 INCയുടെ ഒരു ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചു എന്ന് മനസ്സിലാക്കാം. അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ വില്യം വേർഡർബാൻ ആണെന്ന് മനസ്സിലാക്കാം. ഈ ബ്രിട്ടീഷ് കമ്മിറ്റിക്ക് ഒരു ഔദ്യോഗിക മാസികയുണ്ടെന്നും മാസികയുടെ പേര് ഇന്ത്യ എന്നാണെന്ന് മനസ്സിലാക്കാം. ഇന്ത്യയില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോ അതിനെതിരായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ പേര് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്നാണെന്നും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിലേക്ക് വരാം. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് അല്ലെങ്കിൽ അതിന് രൂപം നൽകിയത് പിതാവ് നിർമ്മാതാവ് ഒക്കെ അലൻ ഒക്ടോവിയൻ ഹ്യൂം അഥവാ AO ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന 1885 ഡിസംബർ 28 രൂപം നൽകുന്നു. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1885 ഡിസംബർ 28 അങ്ങനെ അലൻ ഒക്ടോവിയൻ ഹ്യൂം അതിന് രൂപം നൽകിയെങ്കിലും ഈ സംഘടനയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജിയാണ്. അപ്പോ INCക്ക് രൂപം നൽകിയത് അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. INC എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. INCയുടെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ INCക്ക് രൂപം നൽകിയത് ആരാണ്? AO ഹ്യൂം ആണ്. INC എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. അങ്ങനെ INC രൂപീകരിച്ചതിന് ശേഷം INCയുടെ ആദ്യത്തെ കോൺഫറൻസ് നടക്കുന്നതും 1885 ഡിസംബർ 28 1885 ഡിസംബർ 28 ഫോം ചെയ്ത അതേ ദിവസം, അതേ വർഷം, അതേ മാസം, അതേ സമയത്ത് തന്നെ എന്ത് നടക്കുകയാണ്? ആദ്യ കോൺഫറൻസ് നടക്കുന്നു. കോൺഫറൻസ് എവിടെയായിരുന്നു? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലായിരുന്നു. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം 1885 ഡിസംബർ 28 നടക്കുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു എന്ന്. നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പൂനെയിലായിരുന്നു. ഇനി എന്ത് കാരണങ്ങൾ കൊണ്ടാ മാറ്റിയേ ബോംബെയിലേക്ക്, അതും ചോദിച്ചിട്ടുണ്ട്. പ്ലേഗ് പടർന്നു പിടിച്ചത് കാരണമാണ് മാറ്റിയത്. അപ്പോ പൂനെയില് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മീറ്റിംഗ് പ്ലേഗ് പടർന്നു പിടിച്ച കാരണം എവിടേക്ക് മാറ്റി? ബോംബെയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. ആരായിരുന്നു ആദ്യ പ്രസിഡന്റ്? WC ബാനർജി. മൂന്നാളുടെ പേര് പഠിച്ചു നമ്മള്. സ്ഥാപകൻ അലൻ ഒക്ടോവിയൻ ഹ്യൂം, ആദ്യ പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജി, അല്ലെ? ആദ്യ പേര് നിർദ്ദേശിച്ചത്. ആദ്യ പ്രസിഡന്റ് WC ബാനർജി. അങ്ങനെ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ 72 പേര് പങ്കെടുത്തു. എത്ര പേര് പങ്കെടുത്തു? 72 പേര് പങ്കെടുത്തു. അപ്പൊ ഫസ്റ്റ് കോൺഫറൻസിൽ പങ്കെടുത്ത വ്യക്തികളുടെ എണ്ണം എത്ര? പരീക്ഷയുടെ ചോദ്യമാണ്. എത്ര പേരാ പങ്കെടുത്തേ? 72 പേര് പങ്കെടുത്തു. ആ 72 പേരിൽ ഉണ്ടായിരുന്ന മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. INCയുടെ ആദ്യ കോൺഫറൻസിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
ഇനി INC-യില് ആദ്യത്തെ കോൺഫറൻസില് കുറേയധികം പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. എത്ര പ്രമേയങ്ങൾ അവതരിപ്പിച്ച്? 9 പ്രമേയങ്ങളാണ് ആ ഫസ്റ്റ് കോൺഫറൻസിൽ അവതരിപ്പിച്ചത്. INC കോൺഫറൻസിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യരാണ്. മൊത്തം 9 പ്രമേയങ്ങളില് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ആദ്യം മീറ്റിംഗ് നടന്നത് ബോംബെയിലാണ്. മീറ്റിംഗിലെ അംഗങ്ങളുടെ എണ്ണം 72 അതിലെ മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ്. ഈ WC ബാനർജി കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തില് ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുണ്ടായി, ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ കോൺഫറൻസിൽ പറഞ്ഞത് ആരാണ്? WC ബാനർജിയാണ്. എന്താ പറഞ്ഞ? ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറച്ചും കൂടി മോഡേൺ ആക്കണം, കൂടാതെ പരിഷ്കൃതമാക്കണം, കൂടാതെ നമ്മളെയും അതായത് ഇന്ത്യക്കാരെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗ പ്രസംഗത്തിൽ ആര് പറയണ്ടായി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായ WC ബാനർജി പറയണ്ടായി എന്ന് ഓർക്കുക. അങ്ങനെ ഒന്നാമത്തെ എന്ത് നടക്കുകയാണ്? കോൺഫറൻസ് നടക്കുകയാണ്. ക്ലിയർ ആയല്ലോ? നമ്മൾ പറഞ്ഞു INC രൂപം നൽകി. അലൻ ഒക്ടോവിയൻ ഹ്യൂം രൂപം നൽകാൻ കാരണമായിട്ടുള്ള തിയറി സേഫ്റ്റി വാൽവ് തിയറി. ഈ രൂപം നൽകിയ അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ് INC-യുടെ ആദ്യ സെക്രട്ടറി, INC-യുടെ നിർമ്മാതാവ്, INC-യുടെ പിതാവ്. ഇനി ആ സമയത്ത് വൈസ്രോയ് ഡഫറിൻ പ്രഭുവാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ്? ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. ഇനി INC എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ദാദാബായ് നവറോജിയാണ്. INC എന്ന പേരിന് മുന്ന് 1884 വേറൊരു സംഘടന ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലായിരുന്നു ആ സംഘടന. പിന്നീടാണ് ദാദാബായ് നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് കൊടുത്തത് INC രൂപീകരണത്തിന് ശേഷം. ഇനി INC രൂപീകരിച്ച് 1885 ഡിസംബർ 28 രൂപീകരിച്ച് അന്ന് തന്നെ INC-യുടെ മീറ്റിംഗ് നടക്കുകയാണ്. ആദ്യ കോൺഫറൻസ് നടക്കാൻ ഉദ്ദേശിച്ചത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്നു. പക്ഷെ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പൂനെയിലായിരുന്നു. പൂനെയിൽ പ്ലേഗ് പടർന്നു പിടിച്ച കാരണം അത് മാറ്റി. ഫസ്റ്റ് കോൺഫറൻസിൽ 72 പേര് പങ്കെടുത്തു. ആദ്യ പ്രസിഡന്റ് WC ബാനർജി. അതിൽ പങ്കെടുത്ത ആദ്യ 72 പേരിൽ പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ GP പിള്ള. ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. മൊത്തം പ്രമേയങ്ങളുടെ എണ്ണം 30. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത INC-യുടെ കോൺഫറൻസ് 1886 നടക്കുകയാണ്. INC-യുടെ 1886 നടന്ന കോൺഫറൻസ് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. അപ്പൊ 1886 INC-യുടെ കൊൽക്കത്തയിൽ നടന്ന സമ്മേളനത്തിലെ പ്രസിഡന്റ് ദാദാബായ് നവറോജിയാണ്. INC-യുടെ രണ്ടാമത്തെ പ്രസിഡന്റ് അല്ലെ, ദാദാബായ് നവറോജി. 1886 കൊൽക്കത്തയിലെ INC-യുടെ രണ്ടാമത്തെ കോൺഫറൻസ് നടന്നു. ദാദാബായ് നവറോജി ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത INC-ല് പാഴ്സി മതവിഭാഗക്കാരനായ ആദ്യ പ്രസിഡന്റ്. അപ്പൊ പാഴ്സി വിഭാഗക്കാരനായ ആദ്യ INC പ്രസിഡന്റ് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഇദ്ദേഹം 3 തവണ INC-യുടെ പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ INC കോൺഫറൻസ് നടന്ന 1886 നടന്ന സ്ഥലം കൊൽക്കത്തയില്. അവിടുത്തെ അധ്യക്ഷൻ ദാദാബായ് നവറോജി. അദ്ദേഹം പാഴ്സി മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ പാഴ്സി മതവിഭാഗത്തിൽപ്പെട്ട ആദ്യ INC പ്രസിഡന്റ് ആണ്. 3 തവണ INC പ്രസിഡന്റ് ആയതുമാർ തന്നെയാണ് ദാദാബായ് നവറോജി തന്നെയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ INC കോൺഫറൻസ് നടക്കാണ് 1887 മദ്രാസില്. എവിടെയാ നടക്കണേ? 87 മദ്രാസില്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? മദ്രാസില നടന്നേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസ് പറയും. INC കോൺഫറൻസ് നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം എവിടെയാണ്? മദ്രാസ് ആണ്. അപ്പൊ 87 മൂന്നാമത്തെ സമ്മേളനം എവിടെ നടന്നു? മദ്രാസിൽ നടന്നു. ആ മദ്രാസിൽ നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബദറുദ്ദീൻ തിയാബ്ജി ആണ്. അപ്പൊ മൂന്നാമത്തെ വ്യക്തി ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. അദ്ദേഹം INC പ്രസിഡന്റ് ആകുന്ന ആദ്യ മുസ്ലിം ആണ്. അപ്പൊ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ മുസ്ലിം ബദറുദ്ദീൻ തിയാബ്ജി. INC പ്രസിഡന്റ് ആയ ആദ്യ പാഴ്സി ആരാണ്? ദാദാബായ് നവറോജി.
INC കോൺഫറൻസ് നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ് അല്ലെ. ഇനി നാലാമത്തെ INC കോൺഫറൻസ് നടക്കുന്നു 1888 അലഹബാദില്. 1888 അലഹബാദിൽ നാലാമത്തെ കോൺഫറൻസ് നടക്കുന്നു. ഇനി ഓർക്കുക, അലഹബാദിൽ ആരായിരുന്നു പ്രസിഡന്റ്? ജോർജ് യൂൾ ആണ്. ആരാണ് അലഹബാദിൽ പ്രസിഡന്റ്? ജോർജ് യൂൾ. ആദ്യ പ്രസിഡന്റ് WC ബാനർജി. രണ്ടാമത്തെ പ്രസിഡന്റ് ദാദാബായ് നവറോജി, അദ്ദേഹം പാഴ്സി മതവിഭാഗക്കാരൻ. മൂന്നാമത്തെ പ്രസിഡന്റ് ബദറുദ്ദീൻ തിയാബ്ജി, അദ്ദേഹം മുസ്ലിമാണ് എന്ന് പഠിച്ചു. നാലാമത്തെ പ്രസിഡന്റ് ജോർജ് യൂൾ ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ആദ്യ വിദേശിയാണ്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ആരാണ്? ജോർജ് യൂൾ ആണ്. അപ്പൊ നാലാമത്തെ INC കോൺഫറൻസ് 1888 അലഹബാദിൽ. നാലാമത്തെ INC കോൺഫറൻസ് 1888 അലഹബാദിൽ നടന്നു. ജോർജ് യൂൾ ആണ് പ്രസിഡന്റ്. അദ്ദേഹം INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശിയാണ്. അടുത്തത് 1889 ബോംബെയിലാണ് നടക്കുന്നത്. 1889 ബോംബെയിൽ 5 ഓർഡറിൽ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 1889 1889 ബോംബെ. അവിടെ ആരായിരുന്നു? എന്താണ്? വില്യം വേർഡർ ബാൻ ആയിരുന്നു. ആരാണ്? സർ വില്യം വേർഡർ ബാൻ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹവും വിദേശിയാണ്. അപ്പൊ INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശി ആരാണ്? വില്യം വേർഡർ ബാൻ. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ജോർജ് യൂൾ എന്ന് പഠിച്ചില്ലേ? ഇനി INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശി ആരാണ്? വില്യം വേർഡർ ബാൻ ആണ്. ഇനി 2 തവണ INC പ്രസിഡന്റ് ആയ വിദേശി കൂടിയാണ് ആര്? സർ വില്യം വേർഡർ ബാൻ ട്ടോ. അദ്ദേഹം 2 തവണ INC പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ ജോർജ് യൂൾ 1 തവണ, ഇദ്ദേഹം 2 തവണ INC പ്രസിഡന്റ് ആയ ആദ്യ വിദേശി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേര് പറയും. 1885 ബോംബെയിലാണ് നടന്നത്. ആദ്യ പ്രസിഡന്റ് WC ബാനർജി. 86 കൽക്കത്തയിലാണ് നടന്നത്. പ്രസിഡന്റ് ദാദാബായ് നവറോജി, പാഴ്സി മതവിഭാഗം. മൂന്നാമത്തേത് 1887 മദ്രാസിലാണ്. ദക്ഷിണേന്ത്യൻ നഗരാണെന്ന് ഓർക്കുക. ബദറുദ്ദീൻ തിയാബ്ജിയാണ് പ്രസിഡന്റ്. അദ്ദേഹം മുസ്ലിം മതവിഭാഗക്കാരനാണെന്ന് ഓർക്കുക. നാലാമത്തത് 1888 അലഹബാദിലാണ്. ജോർജ് യൂൾ ആണ് പ്രസിഡന്റ്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശിയാണെന്ന് ഓർക്കുക. അഞ്ചാമത്തത് 1889 ബോംബെയിലാണ്. ഇനി ബോംബെയിൽ ആരായിരുന്നു? സർ വില്യം വേർഡർ ബാൻ ആയിരുന്നു. INC പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശി, 2 തവണ INC പ്രസിഡന്റ് ആകുന്ന വിദേശി. ഇത്രയും കാര്യം പഠിച്ചുല്ലോ. അടുത്തത് 1890 ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുകയാണ്. കൽക്കത്തയിൽ തന്നെയാണ് നടന്നത്. അപ്പോ കൽക്കത്തയിൽ നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാണ്? ഫിറോസ് ഷാ മേത്തയാണ്. ആരാണ്? ഫിറോസ് ഷാ മേത്ത. ഇത് ഇങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. ചോദിക്കാൻ സാധ്യത കൂടുതൽ രണ്ടാമത്തെ പാഴ്സി മതവിഭാഗക്കാരനായ INC പ്രസിഡന്റ്. ആദ്യ പാഴ്സി ദാദാബായ് നവറോജി, രണ്ടാമത്തെ പാഴ്സി ആരാണ്? ഫിറോസ് ഷാ മേത്ത. ആരാണ്? ഫിറോസ് ഷാ മേത്ത. അപ്പൊ ഫിറോസ് ഷാ മേത്ത എപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയെന്ന് ചോദിക്കാം. 1890 എവിടെയായിരുന്നു ആ കോൺഫറൻസ് നടന്നത്? കൽക്കത്തയിലാണ് നടന്നത്. അടുത്തത് 1891 അടുത്ത കോൺഫറൻസ് നടന്നത് നാഗ്പൂരിലാണ്. എവിടെയാ നടന്നത്? നാഗ്പൂരിലാണ്. ഇനി അതിന്റെ ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ P ആനന്ദചാർലു ആയിരുന്നു. അപ്പൊ 1891 നാഗ്പൂരിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗില് അല്ലെങ്കിൽ കോൺഫറൻസിലെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് P ആനന്ദചാർലു ആണ്. നേരത്തെ നമ്മൾ പഠിച്ചു INC പ്രസിഡന്റ് ആയ ആദ്യ INC കോൺഫറൻസിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണെന്ന് പഠിച്ചു? മദ്രാസ് ആണെന്ന് പഠിച്ചു. ഇവിടെ പറയാണ് INC പ്രസിഡന്റ് ആയ ആദ്യ ദക്ഷിണേന്ത്യൻ ആരാണ്? P ആനന്ദചാർലു ആണ്. അപ്പൊ INC പ്രസിഡന്റ് ആയ ആദ്യ ദക്ഷിണേന്ത്യൻ ആരാണ്? P ആനന്ദചാർലു ആണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. 1891 നാഗ്പൂരിൽ നടന്ന സമ്മേളനത്തിൽ ആദ്യ ദക്ഷിണേന്ത്യക്കാരനായ P ആനന്ദചാർലു പ്രസിഡന്റ് ആവുകയാണ്. 1891 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ആ മീറ്റിംഗിൽ വെച്ചാണ്
കോൺഗ്രസിനൊപ്പം നാഷണൽ എന്നുകൂടി ചേർത്തത്. അപ്പോ ഇന്ത്യൻ കോൺഗ്രസ് എന്നതിൽ മാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായി മാറിയത് എപ്പോഴാണ് എന്നാ പറയണേ? 1891 നാഗ്പൂർ സമ്മേളനത്തിലാണ് എന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് 1894 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തെ കുറിച്ചാണ്. 1894 വീണ്ടും ദക്ഷിണേന്ത്യൻ നഗരമായിട്ടുള്ള മദ്രാസ് തന്നെ വേദിയാവുകയാണ് കോൺഫറൻസിന്. അവിടെ ആൽഫ്രഡ് വെബ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു എന്താ പ്രസിഡന്റ്. അപ്പോ ഈ ആൽഫ്രഡ് വെബിന്റെ പ്രത്യേകത എന്താ അറിയൂ? അദ്ദേഹം വിദേശി തന്നെയാണ്. അപ്പൊ ആദ്യത്തെ INC പ്രസിഡന്റായ വിദേശി ജോർജ് യൂൾ ആണ്. രണ്ടാമത്തെ INC പ്രസിഡന്റായ വിദേശി സർ വില്യം വേർഡർബാൻ ആണ്. മൂന്നാമത്തെ INC പ്രസിഡന്റായ വിദേശി ആൽഫ്രഡ് വെബ് ആണ്. ആൽഫ്രഡ് വെബ് 1894 മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തില് ആരായിരുന്നു പ്രസിഡന്റ്? ആൽഫ്രഡ് വെബ് ആണ്. അദ്ദേഹം മൂന്നാമത്തെ വിദേശിയാണ്. ഫസ്റ്റ് വൺ ആരാണെന്നാ പറഞ്ഞ? ആദ്യ വിദേശി ജോർജ് യൂൾ അല്ലെ, അലഹബാദിൽ നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് ബോംബെയിൽ വെച്ച് സർ വില്യം വേർഡർബാൻ. മൂന്നാമത്തത് മദ്രാസിൽ വെച്ച് ആരാണ്? ആൽഫ്രഡ് വെബ്. അടുത്തത് നോക്കുക, 1896 കൽക്കത്ത സമ്മേളനമാണ് നമ്മൾ ഇന്ന് നോക്കണം. ഈ 1896 കൽക്കത്ത സമ്മേളനത്തില് ആരായിരുന്നു പ്രസിഡന്റ്? റഹ്മത്തുള്ള സയാനിയാണ്. ആരാ പ്രസിഡന്റ് ആയിരുന്നേ? റഹ്മത്തുള്ള സയാനി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 1896 കൽക്കത്ത സമ്മേളനം വളരെ പ്രധാനമാണ്. കാരണം വന്ദേ മാതരം ആലപിച്ച INC സമ്മേളനം ഏത്? 1896 കൽക്കത്ത സമ്മേളനമാണ്. അപ്പോ INC സമ്മേളനത്തിൽ ഏത് INC സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആലപിച്ചേ? 1896 കൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആലപിച്ച സമയത്ത് അല്ലെ ആരായിരുന്നു INCയുടെ പ്രസിഡന്റ്? റഹ്മത്തുള്ള സയാനി ആയിരുന്നു. ആരാണ് വന്ദേ മാതരം ആലപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1896 കൽക്കത്ത സമ്മേളനത്തിൽ റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായ സമയത്താണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് എന്നും കൂടി ഓർക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സമ്മേളനമാണ് 1897 അമരാവതി സമ്മേളനം. 1897 അമരാവതി സമ്മേളനം ഇല്ലാത്ത പരീക്ഷകൾ ഉണ്ടാവാറില്ല. എന്താ ചോദിക്കാറ്? INC പ്രസിഡന്റായ ആദ്യ മലയാളി ആര്? C ശങ്കരൻ നായർ. അപ്പൊ 1897 അമരാവതി സമ്മേളനത്തിലെ പ്രസിഡന്റ് ആരായിരുന്നു? C ശങ്കരൻ നായർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത INC പ്രസിഡന്റായ ആദ്യ മലയാളിയാണ്. നമ്മൾ നേരത്തെ ബാരിസ്റ്റർ GP പിള്ള 72 പേരിൽ ഒരാൾ മലയാളിയായിരുന്നു എന്ന് പഠിച്ചു അല്ലെ. ഇപ്പൊ പറയാണ് 1897 അമരാവതി സമ്മേളനത്തിൽ INC പ്രസിഡന്റ് ഒരു മലയാളിയാകുന്നു. അദ്ദേഹത്തിന്റെ പേര് C ശങ്കരൻ നായർ എന്നാണ്. അടുത്തത് 1899 ലക്നൌവില് ഒരു സമ്മേളനം നടക്കുകയാണ്. ഈ ലക്നൌവില് സമ്മേളനം നടന്നപ്പോ റോമേഷ് ചന്ദർ ദത്ത് ആയിരുന്നു ആര്? പ്രസിഡന്റ്. 1899 ലക്നൗ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? റോമേഷ് ചന്ദർ ദത്ത് ആണ്. ആരാണ്? റോമേഷ് ചന്ദർ ദത്ത്. ഈ എന്താ പറയുന്നത് സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത, INCക്ക് പിന്നീട് ഒരു സ്വന്തമായിട്ടൊരു ഭരണഘടന രൂപീകരിക്കുന്നുണ്ട്. പക്ഷേ INCക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട സമ്മേളനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1899 ലക്നൗ സമ്മേളനമാണ്. INCക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്ന അഭിപ്രായം വന്നത് 1899 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക കേട്ടോ. അതാണ് പ്രധാനം. ആരായിരുന്നു പ്രസിഡന്റ്? റോമേഷ് ചന്ദർ ദത്ത് ആയിരുന്നു. ഇനി അടുത്ത സമ്മേളനം നടക്കുന്നത് 1901 അത് കൽക്കത്തയിൽ വെച്ചാണ്. പരീക്ഷയ്ക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ 1901 കൽക്കത്ത സമ്മേളനത്തെ കുറിച്ച് ചോദിക്കാറ്. ഒന്ന്, അതിന്റെ പ്രസിഡന്റ് ആരാണ്? ദിൻഷാ വാച്ച. പ്രസിഡന്റ് ആരാന്ന് ചോദിക്കാനും കാരണമുണ്ട്. അത് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ്. അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അഥവാ പ്രസിഡന്റ് ആരാണ്? ദിൻഷാ വാച്ചയാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം. അടുത്തത് 1904
INC സമ്മേളനത്തെ കുറിച്ചാണ്. ബോംബെയിലാണ് INC സമ്മേളനം നടന്നത്. INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഹെൻറി കോട്ടൺ ആണ്. ആരാണ്? ഹെൻറി കോട്ടൺ. ഇതിന്റെ പ്രത്യേകത, ഈ ഹെൻറി കോട്ടന്റെ പ്രത്യേകത, അദ്ദേഹം വിദേശിയാണ്. ആരാണ്? വിദേശി. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, നാലാമത്തെ INC പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശി, നാലാമത്തെ വിദേശിയാണ് ആര്? ഹെൻറി കോട്ടൺ. ഇതിനു മുമ്പ് നമ്മൾ 3 വിദേശികളെ പഠിച്ചു. 1904 ബോംബെയിൽ ഹെൻറി കോട്ടൺ ആണ് INC പ്രസിഡന്റ് ആകുന്നത്. അദ്ദേഹം INC പ്രസിഡന്റ് ആകുന്ന നാലാമത്തെ വിദേശിയാണ്. INC പ്രസിഡന്റ് ആകുന്ന നാലാമത്തെ വിദേശി ആരാണ്? ഹെൻറി കോട്ടൺ ആണ് എന്നും കൂടി ഓർത്തു വെക്കാം. അടുത്തത് 1905 ബനാറസ് സമ്മേളനമാണ്. 1905 ബനാറസ് സമ്മേളനം നടക്കുകയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് INCയുടെ പ്രസിഡന്റ്. അപ്പോ ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ INC സമ്മേളനത്തിന്റെ പ്രത്യേകത, സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1905 ബനാറസ് സമ്മേളനം. എന്താണ്? സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം 1905 ബനാറസ് സമ്മേളനം. ഒരു കാര്യം കൂടെ പറയാം, 1905 ബംഗാൾ വിഭജനം നടന്നത് അല്ലെ. അപ്പൊ ബംഗാൾ വിഭജന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത് 1906 കൽക്കത്തയിൽ ഒരു സമ്മേളനം നടക്കുക. അവിടെ ദാദാബായി നവറോജി ആയിരുന്നു പ്രസിഡന്റ്. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ തന്നെ പറഞ്ഞു, സ്വദേശി എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കി എവിടെ? ബനാറസില്. ഇവിടെ പറയാണ്, സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1906 കൽക്കത്ത സമ്മേളനത്തിലാണ്. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച മീറ്റിംഗ് ഏത് കോൺഫറൻസ് ആണ്? 1906 കൽക്കത്ത കോൺഫറൻസ് ആണ്. ആരായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്? അപ്പോ ദാദാബായ് നവറോജി. ആരായിരുന്നു? ദാദാബായ് നവറോജി. അപ്പൊ നമ്മള് സ്വദേശി, അതുപോലെ സ്വരാജ് എന്ന് പറയുന്ന വേർഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ കാരണം, അല്ലെങ്കിൽ 2 പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാൻ കാരണം എന്താണ്? ബംഗാൾ വിഭജനമാണ്. അപ്പൊ ബംഗാൾ വിഭജനത്തിനെതിരെ INC ആരംഭിച്ച 2 പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് സ്വദേശി പ്രസ്ഥാനവും സ്വരാജും എന്ന് ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത് 1907 1905 പോലെ തന്നെ 7 വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം സൂററ്റ് സ്പ്ലിറ്റ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഏത് വർഷമാണ്? 1907 1907 സമ്മേളനം നടന്നതും സൂററ്റിൽ തന്നെയാണ്. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു പ്രസിഡന്റ്. 1907 INCയുടെ സമ്മേളനം സൂററ്റിൽ നടക്കുന്നു. റാഷ് ബിഹാരി ഘോഷ് ആണ് പ്രസിഡന്റ്. ഇനി എന്താണ് ഈ സൂററ്റ് സ്പ്ലിറ്റ്? കോൺഗ്രസില് മിതവാദികളും തീവ്രവാദികളും 2ആയി പിരിയാണ്. സൂററ്റ് സ്പ്ലിറ്റ് അല്ലെ, അതാണ് 1907 നടക്കുന്നത്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ഈ സൂററ്റ് സ്പ്ലിറ്റിനെയാണ്. ചോദിക്കാം, കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? 1907 സൂററ്റ് സ്പ്ലിറ്റിനെയാണ്. ആ സമയത്ത് ആരായിരുന്നു അധ്യക്ഷൻ? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു അധ്യക്ഷൻ 1907. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ചും കൂടിയും പറയാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇപ്പൊ തന്നെ കുറച്ചധികം പോയിന്റുകൾ നമ്മളിവിടെ ഉൾക്കൊള്ളിക്കുകയുണ്ടായി, അല്ലെങ്കിൽ കുറച്ചധികം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്ര മതി. 2ഓ 3ഓ ക്ലാസ്സുകൾ ആവുകയാണെങ്കിലും നമ്മൾ ഭംഗിയായിട്ട് അത് പഠിച്ചു തീർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് കാണാം കേട്ടോ.